വലിയ നോമ്പിലെ 12-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ മനോഹരമായ ഒരു ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി വിവാഹ വിരുന്ന് ഒരുക്കുന്നു. വിരുന്ന് തയ്യാറാണ്. ക്ഷണം വളരെ ഉദാരമാണ്. എന്നാൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരാൻ വിസമ്മതിക്കുന്നു. അവർക്ക് വരാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് ഒഴികഴിവുകൾ കണ്ടെത്തുകയാണ്. അവരുടെ കൃഷിയിടങ്ങൾ, ബിസിനസ്സുകൾ, ദിനചര്യകൾ ഇതൊക്കെ വിരുന്നിന് തടസ്സമാകുന്നു. ചിലരാകട്ടെ ശത്രുതയോടെ പോലും പ്രതികരിക്കുകയാണ്. ഇവിടെ ദുരന്തം അജ്ഞതയല്ല, അത് നിസ്സംഗതയാണ്. ഈ നോമ്പുകാലത്തിൽ നിന്ന് നമ്മോട് ചോദിക്കണം, എൻ്റെ ദൈവം താൻ ഒരുക്കുന്ന വിരുന്നിലേക്ക് എന്നെയും ക്ഷണിക്കുമ്പോൾ ഈ നിസ്സംഗത മനോഭാവത്തോടെയാണോ ഞാനത് സ്വീകരിക്കുന്നത്? ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്ര തിരക്കുള്ളവനാണോ ഈ ജീവിതത്തിൽ ഞാൻ? അവൻ്റെ ക്ഷണത്തെ എന്തുകൊണ്ടാണ് ഞാൻ നിസാരവൽക്കരിക്കുന്നത്? ഞാൻ പുറമേ വലിയ മതഭക്തനായിരിക്കാനും എന്നാൽ ആന്തരികമായി അകലങ്ങളിലായിരിക്കാനും സാധ്യതയുണ്ട്. എല്ലാ ഞായറാഴ്ചയും എൻ്റെ ദൈവത്തിൻ്റെ ഈ ക്ഷണം കേൾക്കുകയും എന്നാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക മറ്റൊരു സാധ്യതയാണ്. And then comes the second shock, the man without the wedding garment. വിവാഹ വസ്ത്രമില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു, പക്ഷെ സ്വയം ശരിയായി വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. വസ്ത്രം പരിവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു. അത് ദൈവകൃപയാൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തെ പ്രതിനിധീകരിക്കുകയാണ്. ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നു, പക്ഷേ അവനാരെയും പരിവർത്തനത്തിന്, രൂപാന്തരീകരണത്തിന് നിർബന്ധിക്കുന്നില്ല. അഹങ്കാരം, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, സത്യസന്ധതയില്ലായ്മ, കാപഢ്യം ഇവയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിരുന്നിൽ പ്രവേശിപ്പാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. കൃപ സൗജന്യമാണ്, പക്ഷേ അത് വില കുറഞ്ഞതുമല്ല. ഇറ്റ് ഡിമാൻഡ്സ് ചേഞ്ച്. ആന്തരികമായ പരിവർത്തനം അതാവശ്യപ്പെടുന്നു. പറയുക, വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ ദൈവം സെലക്റ്റീവ് ആയതുകൊണ്ടല്ല, മറിച്ച് പൂർണ്ണമായും കീഴടങ്ങാൻ തയ്യാറുള്ളവർ ചുരുക്കമായതുകൊണ്ടാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നതിലല്ല, മറിച്ച് അതിന് തയ്യാറാകുന്നതിലാകണം. വിരുന്നിനായി ഒരുക്കപ്പെടുന്നതിലാകണം. ഇതാ രാജാവ് നമുക്കായി വിരുന്നൊരുക്കിയിരിക്കുന്നു. പുത്രൻ അതിൻ്റെ വില നൽകി. വാതിലുകൾ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ഒരു ചോദ്യം, ഈ ക്ഷണത്തോട് നമ്മൾ ഗൗരവത്തോടെ പ്രതികരിക്കുമോ? നവമായ ഒരു ഹൃദയം എന്നെ ധരിപ്പിക്കുവാൻ ഞാൻ എൻ്റെ ദൈവത്തെ അനുവദിക്കുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.